ഓക്കെ, CBSEയുടെ സാമ്പിൾ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. പഴയ സാമ്പിൾ പേപ്പറിലാണ് 21-22 സാമ്പിൾ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 12. അതാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഷോ ദാറ്റ് ഫസ്റ്റ് ഫ്യൂ ഫ്രീക്വൻസീസ് ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് എമിറ്റഡ് വെൻ ദ ഇലക്ട്രോൺ ഫോൾ ടു nth level from levels higher than n are approximate harmonics, that is in the ratio 1:2:3 when n is very much greater than 1. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് റിഡ്ബർഗ് ഫോർമുലയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. റിഡ്ബർഗ് ഫോർമുല പറയുന്നതാണ് 1/λ is equal to r into 1/nf² minus 1/ni² ആണ്. ഓക്കെ, നമുക്കിവിടെ ഫ്രീക്വൻസിയാണ്, ഹാർമോണിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ് വേണ്ടത്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ടേംസിലേക്ക് നമ്മൾ ഇക്വേഷൻ മാറ്റുകയാണെങ്കിൽ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു c/λ ആണ്. സോ RC ഇൻറ്റു 1/nf² മൈനസ് 1/ni² എന്നുള്ള ഒരു ടേം നമുക്ക് കിട്ടും. ഓക്കെ, R റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്, C സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ദ ട്രാൻസിഷൻസ് ഇലക്ട്രോൺസ് ഫോൾ ടു nth ലെവലാണ്. സോ NF is equal to n ആണ്, ഫ്രം ലെവൽസ് ഹയർ ദാൻ n. സോ ni is equal to ജനറലായിട്ട് n പ്ലസ് m എന്നെടുക്കാം. ഓക്കെ, n പ്ലസ് m, വേറെ m ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. അതായത് n+1 എന്ന് എന്നിലേക്ക് n+2 എന്ന് എന്നിലേക്ക് അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ന്യൂ ഈക്വൽ ടു RC ഇൻറ്റു 1/n² മൈനസ് 1/n+m ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ ഒരു ഫോമിലേക്ക് ഇക്വേഷൻ മാറി. ഓക്കെ, നമുക്കറിയാം എന്നിൻ്റെ വാല്യൂ എന്താണ്? 1-നേക്കാളും വളരെ കൂടുതലാണ്. n ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിന്ന് n², ഞാൻ ഈ ഒരു ഒറ്റ ടേം മാത്രമാണ് 1+nm ദ ഹോൾ സ്ക്വയർ, ഈ ഒരു സെക്ഷൻ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് n² കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ വിചാരിക്കുക. ബാക്കി എന്താ വരിക? 1+m/n ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണല്ലോ വരിക. എന്നിൻ്റെ വാല്യൂ 1-നേക്കാൾ വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. m എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര ആണ്. സോ എമ്മിൻ്റെ വാല്യൂ എന്നിനെ അപേക്ഷിച്ച് വളരെ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ m/n ഇസ് വെരി മച്ച് ലെസ് ദാൻ 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പാർട്ടിൽ 1/n+m ദ ഹോൾ സ്ക്വയറിന് പകരം 1/n² ഇൻറ്റു 1+m/n ദ ഹോൾ സ്ക്വയർ ആയി. ഈ സാധനം ഞാൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാണ്. 1/n² പകരം n⁻⁻² എന്ന് എടുക്കുക. അതുപോലെ 1+m/n ദ ഹോൾ സ്ക്വയറിന് പകരം 1+m/n ഹോൾ (-2). നമുക്ക് 1 എന്നുള്ളതിനൊക്കെ പകരം എന്ത് കൊടുക്കാം? (−) എന്നുള്ള ഫോം കൊടുക്കാം അല്ലേ. ഇനി ഇതിലെ 1+m/n ഹോൾ (-2) എന്നുള്ള ടേമിനെ, ഈ ഒരു ടേമിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. യു ക്യാൻ നെഗ്ലക്ട് ഹയർ ഓർഡർ പവേഴ്സ് ബിക്കോസ് m/n ഈസ് വെരി മച്ച് ലെസ് ദാൻ 1. ഓക്കെ, ഇപ്പോൾ 1/n+m ദ ഹോൾ സ്ക്വയറിന് പകരം എന്ത് കിട്ടും? n⁻² ഓൾറെഡി ഉണ്ട്. ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? 1 - 2m/n കിട്ടും. ഓക്കെ, കാരണം 1/x ഹോൾ (n) എന്നുള്ളത് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 1+nx എന്ന് എഴുതാം. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലാണ് ബൈനോമിയൽ തന്നെ ഏറ്റവും ബേസ് ഫോം മാത്രമാണ് കേട്ടോ ഈ ഒരു ഇക്വേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സംഭവം നമ്മളെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു എന്ത് വരും? RC ഇൻറ്റു 1/n² മൈനസ് n⁻⁻² ഇൻറ്റു 1 - 2m/n. ഓക്കെ, ഓക്കെ, ഈ ടേമിൽ നമുക്ക് n⁻⁻²ന് പകരം 1/n² കൊടുക്കാം. സോ RC ഇൻറ്റു 1/n² മൈനസ് 1/n² ഇൻറ്റു 1 - 2m/n. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു RC ഇൻറ്റു 1/n² മൈനസ് 1/n² പ്ലസ് 2m/n³ എന്നായിട്ട് മാറും അല്ലേ. ദാറ്റ് ഈസ് 1/n² ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ 1/n² ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1/n² വരും. ഇവിടെ പുറത്ത് മൈനസ് ആയതുകൊണ്ടാണ് മൈനസ് വന്നു. ഇവിടെയും മൈനസ്, ഇവിടെയും മൈനസ്, പ്ലസ് ആയി. 2m/n ഉണ്ട്, n² ഉണ്ട്. അപ്പോൾ n² n കൂടെ n³ ആയിട്ട് മാറി. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇനി അതിൽ നമുക്ക് നോക്കിയാൽ കാണാം 1/n² മൈനസ് 1/n² നമുക്ക് എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു എന്താ നമുക്ക് വരിക?
ആർ സി ഇൻറ്റു 2m/n³. ഇത് അപ്രോക്സിമേറ്റഡ് ആയിട്ടുള്ള ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുള്ള റിലേഷനാണ്. ഓക്കെ, ഇനി ഇതിലെ RC/2RC/n³, അതെന്താണ്? ഒരു ലാർജ് എന്നിൻ്റെ കേസ് നമുക്ക് 6 റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. n എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്. c സ്പീഡ് ഓഫ് ലൈറ്റ് അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവരൊക്കെ ഓൾമോസ്റ്റ് എന്താണ്? കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ടേംസ് മുഴുവൻ ഞാൻ നമുക്ക് വേറെ കളർ കൊടുക്കാം. എന്താ, ഈ ടേംസ് മുഴുവൻ ഓൾമോസ്റ്റ് കോൺസ്റ്റൻസ് ആണ്. എമ്മിൻ്റെ വാല്യൂ മാറാം. നമ്മളിവിടെ പറഞ്ഞു m = 1 2 3 എക്സെട്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു, ആ കോൺസ്റ്റൻറ്റ് ഞാൻ ന്യൂ നോട്ട് എന്നുള്ള പേര് കൊടുക്കുകയാണ്. ന്യൂ നോട്ട് ഇൻറ്റു m എന്നായിട്ട് മാറും. ഓക്കെ, ഇനി നമ്മുടെ കുറച്ച് ഫസ്റ്റ് ട്രാൻസിഷൻ നോക്കാം. ഏതൊക്കെയുള്ള ഫസ്റ്റ് ട്രാൻസിഷൻ എവിടുന്ന് എങ്ങടായിരിക്കും? n+1 നിന്ന് n-ലേക്ക്. ദാറ്റ് ഈസ് എമ്മിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ് വരുന്നത്? 1 എന്നർത്ഥം അല്ലേ? ഫസ്റ്റ് ട്രാൻസിഷൻ്റെ കേസിലുള്ള ഫ്രീക്വൻസി എത്രയാണ് വരിക? µ1 = µ0 × 1, ദാറ്റ് ഈസ് µ0. ഓക്കെ, സെക്കൻഡ് ട്രാൻസിഷൻ n+2 നിന്ന് n-ലേക്ക്. ദാറ്റ് ഈസ് എമ്മിൻ്റെ വാല്യൂ എത്രയായി? 2 ആയി. അപ്പോൾ µ2 = µ0 × 2 അല്ലേ? അപ്പോൾ തേർഡ് ട്രാൻസിഷൻ ആകുമ്പോഴോ n+3 നിന്ന് n-ലേക്ക്. എമ്മിൻ്റെ വാല്യൂ 3. അപ്പോൾ µ3 = µ0 × 3 അല്ലേ? അപ്പോൾ നമ്മൾ µ1 = µ2 µ3 എന്നൊക്കെ പറഞ്ഞാൽ 1:2:3 ഇങ്ങനെയല്ലേ പോകുന്നത്? അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞിട്ടില്ല, ഫസ്റ്റ് ഫ്യൂ ട്രാൻസിഷനിലെ റേഷ്യോ, ഫ്രീക്വൻസിയുടെ റേഷ്യോ, ഹാർമോണിക്സ് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, ഫസ്റ്റ് എന്താ പറയുക, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ആ റേഷ്യോ വരുന്നത് 1:2:3 എന്നുള്ള ഫോർമാറ്റിലാണ്. ഓക്കെ.